ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ക്രൈം സിൻഡിക്കേറ്റിലെ മൂന്നിൽ ഒരാൾ വീണുവെന്ന് CPM നേതാവ് P. സരിൻ. ഇവിടുത്തെ മാഫിയകളിൽ നിന്ന് ഞാൻ വെറുതെയല്ല പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് ഷാഫി പറമ്പിലിനെയും VD സതീശിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വിളിച്ചത്. ഇവർ നടത്തിയ ഹവാല ഇടപാടുകൾ, ഇവർ നടത്തിയ റിവേഴ്സ് ഹവാല ഇടപാടുകൾ, ഇവർ നടത്തിയ മറ്റ് ധനകാര്യ ഇടപെടലുകൾ, ഇതൊക്കെ ഈ കേസിന്റെ മെറിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ പുറം ലോകത്തിലേക്ക് ചർച്ചയിലേക്ക് വരും. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് 2026 അധികാരം പിടിക്കണം എന്നുള്ള പാഴ്സ്വപ്നം നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ഇവർ ചെയ്തു കൂട്ട നെറിയേടുകൾക്കൊക്കെ നിങ്ങളെ വെച്ചാണ് ഇവർ കവചം തീർത്തത്. അതായത് 2026 അധികാര യാത്രക്കിടയിൽ നമ്മളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു തരത്തിലുള്ള അനുകമ്പ ഉണ്ടാക്കിയെടുത്താൽ നമ്മളിൽ ആർക്കു വേണ്ടിയും സോഷ്യൽ മീഡിയ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, തെരുവിൽ അണികൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തരവഴിത്തരം കാണിച്ചാലും നമ്മളെ ഈ കോൺഗ്രസ്സുകാർ, പാവം കോൺഗ്രസ്സുകാർ നമ്മളെ ചേർത്ത് പിടിക്കും. നിങ്ങളെ വിറ്റാണ് ഈ പ്രസ്ഥാനത്തെ ഇവർ ചതിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം, നിങ്ങൾ തിരുത്തുന്ന നിമിഷം, ഒരാൾ വീണതുകൊണ്ടൊന്നും കാര്യമില്ല. വീഴുന്നത് ഈ 3 പേരും കൂടി ആകണം എന്നുള്ളത് ഒരു പക്ഷേ ആ പാർട്ടിക്ക് 2026 കഴിഞ്ഞ് 2031 പറ്റി, എല്ലായ്പ്പോഴും അധികാരത്തെ പറ്റി മാത്രം മുൻനിർത്തിയാണല്ലോ കോൺഗ്രസിന്റെ കേരള രാഷ്ട്രീയം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരം പിടിക്കലാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ എയിമെങ്കിൽ 2031 പറ്റി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റുകൾ ഏറ്റു പറയുമ്പോ സകലതിനെയും ചെവിക്ക് പിടിച്ചു പുറത്താക്കുക എന്ന് തന്നെയാണ്. രാഹുലിന്റെ ഉച്ചിയിൽ കൈവച്ച് അനുഗ്രഹിച്ച സതീശനും വീണവനെ ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിലും വീഴും. അവശേഷിക്കുന്ന നെറിയുള്ള കോൺഗ്രസുകാരന്റെയും നെഞ്ചത്ത് കയറിയിരുന്നാണ് ഇവരെല്ലാം നടക്കുന്നത്. മൂവരും തമ്മിൽ ഹവാല ഇടപാടുണ്ടെന്നും സരിൻ പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.